ശ്രീ വി.ഡി. സതീശൻ സാർ മുഖ്യമന്ത്രിയായി വരുമ്പോൾ വനിതകൾക്ക് സ്ത്രീ സുരക്ഷ ഉൾപ്പെടെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആശാ വർക്കർമാർ ഉൾപ്പെടെ ഒത്തിരിയേറെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ UDF ഗവൺമെൻറ് തങ്ങളുടെ ഈ ഭരണകാലത്ത് ചെയ്യുന്നതിന് വേണ്ടി വിഭാവനം ചെയ്തു വെച്ചിട്ടുണ്ട്. അവയെല്ലാം വനിതകൾക്കും കൂടെ ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യുവാൻ UDF ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് ഈ സാഹചര്യത്തിൽ ആശംസിക്കുന്നു. UDF ജനങ്ങളോട് കൊടുത്തിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സർക്കാർ കേരളം ആഗ്രഹിക്കുന്ന രീതിയിൽ UDFൻ്റെ കോൺഗ്രസിൻ്റെ സർക്കാർ രൂപം കൊള്ളുകയാണ്. അപ്പം ആ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അതിനകത്ത് പാലിക്കും. നിലപാടുള്ളൊരു നേതാവാണ് വി.ഡി. സതീശൻ സാർ. എനിക്ക് ആ പുള്ളിക്കാരൻ്റെ നിലപാടിനോടാണ് ഞാൻ പുള്ളിയെ ആദരിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലം കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും മനസ്സിൽ ഇഷ്ടമുള്ളൊരു നേതാവ് വി.ഡി. സതീശൻ സാറാണ്. നമ്മുടെ വി.ഡി. സതീശൻ സാറ് മുഖ്യമന്ത്രിയായി ഞാൻ ഏറ്റവും വളരെ സന്തോഷവനാണിപ്പോൾ. 10 വർഷത്തെ ദുർഭരണത്തിനും അരാജകത്വത്തിനും അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ അഭിലാഷ സാക്ഷാത്കാരമാണ് ഇന്ന് ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതൃനിരയിലെ നേതാവ് ശ്രീ വി.ഡി. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. മാധ്യമങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പരിഹസിച്ചിരുന്നതിന് കനത്ത പ്രഹരമാണ് ഇന്ന് ഏറ്റിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്നുള്ള രജനീകാന്തിൻ്റെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആവേശം രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ ജനങ്ങൾ വെച്ചു പുലർത്തുന്നു. ആ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ കഴിയുന്ന മിടുക്കനായ ഒരു ഭരണാധികാരിയായിരിക്കും വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിൽ ഞങ്ങളെല്ലാവരും, ഇതിൽ ജാതിയില്ല, മതമില്ല, ഗ്രൂപ്പില്ല, ഒന്നുമില്ല. ജനങ്ങളുടെ മനസ്സറിഞ്ഞ്, പ്രത്യേകിച്ച് ജൻസി തലമുറയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയായി, മുഖ്യമന്ത്രിയായി പ്രിയപ്പെട്ട സതീശൻ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഞങ്ങളൊക്കെ സന്തോഷം കൊള്ളുന്നു, അഭിമാനം കൊള്ളുന്നു.